സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പുതിയ ദിവസം കാണുവാൻ ദൈവം നമ്മെ അനുവദിച്ചതിനായി ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, പഴയ കാലത്ത് അന്നുണ്ടായിരുന്ന ആളുകൾ കാണിച്ചിരുന്ന സ്വഭാവ ഗുണങ്ങളിൽ മിക്കതും ഇന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. പഴയ കാലത്ത് ആളുകൾ തമ്മിലുണ്ടായിരുന്ന ആ സ്നേഹവും സാഹോദര്യവും ഐക്യവും വിനയവും ഒക്കെ എത്രമാത്രം വിലയേറിയതായിരുന്നു. ചെറുപ്പകാലങ്ങളെ നമുക്ക് മറക്കുവാനായി സാധ്യമല്ല. ചെറുപ്പകാലത്ത് നമ്മുടെ വിദ്യാലയങ്ങളിലൂടെ നമ്മെ പഠിപ്പിച്ചിരുന്ന ആ നല്ല നല്ല പാഠങ്ങൾ എത്രയോ ഗുണകരമായിരുന്നു. പ്രായമുള്ളവരെ ബഹുമാനിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും ഒക്കെയുള്ള നല്ല നല്ല മൂല്യങ്ങൾ അന്ന് വിദ്യാലയങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിരുന്നു. മാത്രവുമല്ല, സമൂഹം മുഴുവനായും അത് പാലിച്ചിരുന്നു. ഇന്നത്തേക്കാൾ ഉപരിയായി പഴയ കാലത്ത് മലയാള ഭാഷയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. ആ മലയാള ഭാഷ നാം പഠിക്കുമ്പോൾ വാസ്തവമായും നമുക്ക് ലഭിക്കേണ്ടുന്ന ഒരുപാട് മൂല്യങ്ങൾ ചെറുപ്പകാലങ്ങളിൽ തന്നെ നമുക്ക് ലഭിക്കുമായിരുന്നു. അതായത് കവിതകളായും പഴഞ്ചൊല്ലുകളായും കടങ്കഥകളായും അത് നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമായിരുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ, ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷനുള്ള കാലം എന്ന കവിവാക്യം, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നതായ ഗുണപാഠവാക്യങ്ങൾ, ഇങ്ങനെ അങ്ങോട്ട് ധാരാളം കാര്യങ്ങൾ മലയാള ഭാഷയിലൂടെ നമുക്ക് പഠിക്കുവാനുണ്ടായിരുന്നു. അതെല്ലാം ആ കാലത്തെ കുട്ടികൾക്ക് ഹൃദിസ്ഥമായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ നല്ല നല്ല മൂല്യങ്ങൾ വളർത്തിക്കൊണ്ടുവരുവാൻ ആ കാലത്തെ സമ്പ്രദായങ്ങൾക്ക് സാധിച്ചിരുന്നു. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും അവരോട് ആർദ്രത പുലർത്തുവാനും കരുണയോടുകൂടെ അവരെ കാണുവാനും അവരോട് ദയവ് കാണിക്കുവാനും അവരെ സഹായിക്കുവാനും അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ എല്ലാ മൂല്യങ്ങളും എല്ലാ കുട്ടികളിലും ലഭിച്ചിരുന്നു. ആ കാലഘട്ടം മറക്കുവാനാവാത്ത ഒരു കാലഘട്ടമാണ്. എന്നാൽ ഈ കാലത്ത് ആധുനിക സുഖ സൗകര്യങ്ങൾ ധാരാളം വർദ്ധിച്ചിട്ടുണ്ട്, അതിൽ തെല്ലും സംശയമില്ല. എന്നാൽ നാം മുമ്പേ ചിന്തിച്ചതുപോലെയുള്ള ഗുണവിശേഷങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ യൗവനക്കാരിൽ നിന്ന് അപ്രത്യക്ഷമായി പോയിരിക്കുന്നു. അത് സമൂഹത്തിന് നൽകുന്ന ആഘാതം ചെറുതൊന്നുമല്ല. പഴയ കാലത്ത് ആളുകൾ തമ്മിലുള്ള സ്നേഹവും കരുതലും കരുണയും ദയയും ഒക്കെ പരസ്പരം കാണിച്ചിരുന്നതിന് പകരം ഇന്ന് കൊല്ലും കൊലയും അക്രമ പ്രവർത്തനങ്ങളും നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നു. പരസ്പര ബഹുമാനമോ താഴ്മയോ ഒന്നുമില്ലാത്ത സ്വഭാവ വൈകൃതങ്ങളുമായി ഇന്നത്തെ കുട്ടികൾ വളർന്നു വരികയാണ്. എന്നാൽ നാം കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കുമ്പോൾ ഒരു വലിയ പാഠം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ജനനമായിരുന്നു ക്രിസ്തുവിൻ്റേത്. ദൈവരൂപത്തിലിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം വേണ്ട എന്ന് വെച്ചിട്ട് കേവലം ഒരു മനുഷ്യനായി ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുക എന്ന് പറയുന്നത് യാതൊരു മനുഷ്യർക്കും മനസ്സിലാക്കുവാൻ ഏറ്റവും വിഷമകരമായ ഒരു വസ്തുതയത്രേ. അവിടുന്ന് താഴ്മ ധരിച്ചു. ഏറ്റവും ഉന്നതനായിരുന്നവൻ ഏറ്റവും താഴ്മ ധരിച്ച് മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്നാണ് നാം വായിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ആ താഴ്മയും അനുസരണവും എത്രയോ വിലയേറിയതാണ്. വാസ്തവത്തിൽ എന്തിനു വേണ്ടിയായിരുന്നു കർത്താവായ യേശുക്രിസ്തു ഇത്രമാത്രം വലിയ താഴ്മയും ഇത്രമാത്രം വലിയ സ്നേഹവും നമ്മോട് കാണിച്ചത്? കാരണം മറ്റൊന്നുമല്ല, ആദാമ്യ വർഗത്തിൽ ജനിക്കുന്ന സകല മനുഷ്യരും പാപികളായി ജനിക്കുന്നു. അങ്ങനെ പാപിയായി ജനിക്കുന്ന മനുഷ്യൻ നരകാഗ്നിയിലേക്ക് അനുനിമിഷം പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പിശാചിനും അവന്റെ ദൂതന്മാർക്കും ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യമായ നരകാഗ്നിയിലേക്ക് സകല മനുഷ്യരുടെയും ആത്മാക്കൾ പതിക്കുവാൻ ഇടയായിത്തീരുന്നു. അവിടെ നിന്ന് പിന്നീട് മോചനമില്ല എന്ന് ദൈവവചനം നമ്മെ അറിയിക്കുന്നു. എന്നാൽ ദൈവവചനം പറയുന്നത് ഇങ്ങനെയാണ്: അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. നോക്കുക, കർത്താവായ യേശുക്രിസ്തു ഏറ്റവും താഴ്മ ധരിച്ച,
ഏറ്റവും ദൈവത്തോട് അനുസരണമുള്ളവനായി തീർന്ന രക്ഷാനായകനാക്കി ദൈവവചനം നമ്മുടെ മുൻപാകെ അവതരിപ്പിക്കുകയാണ്. നമുക്ക് ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാനുള്ള ഏക വഴി കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ സ്വർഗീയനാദം കേൾക്കുമ്പോൾ ആ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ജീവരക്ഷ പ്രാപിച്ച് ദൈവത്തിന്റെ വകയായി തീർന്ന് നിത്യതയിൽ കർത്താവിനോട് കൂടെ സന്തോഷിക്കുവാൻ കർത്താവ് താങ്കളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ജീവിതയാത്രയിൽ കാലുകളിടറാതെ ബലമേകും ദൈവത്തിൻ വചനങ്ങൾ നിത്യവും ശ്രവിപ്പാൻ സ്വർഗീയനാദം, ദ ഹെവൻലി വോയിസ്. ക്രിസ്തുനാഥനിൽ എന്റെ സ്വാതന്ത്ര്യം, പ്രത്യാശയേകിടും അത്ഭുത പദ്ധതി. ക്രിസ്തുനാഥനിൽ എന്റെ സ്വാതന്ത്ര്യം, പ്രത്യാശയേകിടും അത്ഭുത പദ്ധതി. ഭൂമിയുടെ അടിസ്ഥാനത്തിൻ മുൻപേ, ഭൂമിയുടെ അടിസ്ഥാനത്തിൻ മുൻപേ പ്രിയകർത്തൻ എന്നെ തിരഞ്ഞെടുത്തു. ഓ എന്റെ ഹൃദയമേ, ഓ എന്റെ ഹൃദയമേ പാടുക കർത്താവിനായി പുതുഗീതം. എത്രയോ ആനന്ദം വർണ്ണിപ്പാനാവില്ല, എത്രയോ ആനന്ദം വർണ്ണിപ്പാനാവില്ല കർത്താവിൻ ആശ്ചര്യമാം സ്നേഹം.